സുപ്രീം കോടതിയിൽ കേസ് വരട്ടെ നികേഷേ. ആരാണ് സാമ്പത്തികമായി ഞെരുക്കുന്നത്? ഇവർ പറയുന്നത് ഇവരുടെ ആഗ്രഹങ്ങളാണ്. കേരളത്തിന് പല ആഗ്രഹങ്ങളുണ്ടാകും. ഞങ്ങൾക്ക് ഇത്ര പണം കിട്ടണമെന്ന് കേരളത്തിന് ആഗ്രഹമുണ്ടാകാം. കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് കേന്ദ്രത്തിന് കൂടുതൽ പണം കിട്ടണമെന്ന് അവർക്ക് ആഗ്രഹിക്കാം. പക്ഷേ ആഗ്രഹങ്ങളല്ലല്ലോ, രാജ്യത്തിലെ നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ലേ കേന്ദ്ര സർക്കാരിന് പണം കൊടുക്കാൻ സാധിക്കുള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കില്ല. നിയമം അനുശാസിക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. കേരളത്തിന് അവകാശപ്പെട്ട ഏതെങ്കിലും ഒരു പണം കേന്ദ്രം നിഷേധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോൾ കേരളം പറയട്ടെ. അതിന് കേന്ദ്രത്തിന്റെ കയ്യിൽ മറുപടിയുണ്ട്. നമുക്ക് സുപ്രീം കോടതി കേസ് വരുമ്പോൾ ആ കാര്യങ്ങൾ നോക്കാം. പലയാവർത്തി കേന്ദ്ര ധനകാര്യമന്ത്രി വിശദീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിന് ചില പണം കിട്ടാത്തത്. അതിന്റെ മറുപടി ഇതുവരെ കേരളത്തിലെ ധനകാര്യമന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ. കണക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിൽ ആ കണക്ക് കൊടുക്കാൻ എന്തുകൊണ്ടാണ് കേരളത്തിന് സാധിക്കാതെ പോകുന്നത്? സമയത്തിന് അപേക്ഷിക്കാൻ എന്തുകൊണ്ടാണ് കേരളത്തിന് സാധിക്കാതെ പോകുന്നത്? ചില പദ്ധതികൾ ചില ഹെഡ്സിൽ വരുന്ന പണത്തെക്കുറിച്ചാണ് MT രമേശ് പറയുന്നത്. അതേക്കുറിച്ച് തർക്കമുണ്ട് എന്ന് തന്നെ കൂട്ടിക്കോളൂ, വാദത്തിന് വേണ്ടി സമ്മതിക്കാം. പക്ഷേ സംസ്ഥാനത്തിൻ്റെ വിഹിതം 3.6 ആയിടത്തു നിന്ന് 1.9 കുറഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പകുതി വിഹിതം കുറഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ നികുതി പിരിവിൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായും എടുത്തു കളയുകയാണല്ലോ GST വന്നതിലൂടെ സംഭവിച്ചിട്ടുള്ളത്. GST നഷ്ടപരിഹാരം ഒരു 5 വർഷം കൂടി നീട്ടണമെന്നുള്ള കേരളത്തിൻ്റെ ആവശ്യം ശരിയാണ്. 5 വർഷമാണല്ലോ ആദ്യം സമ്മതിച്ചിരുന്നത് എന്ന് ഒരുപക്ഷെ BJPക്ക് വേണ്ടി വാദിക്കുന്ന MT രമേശിന് പറയാനുണ്ടാവുമായിരിക്കും. പക്ഷേ ആ ഘട്ടത്തിൽ നമ്മളൊന്ന് GST നടപ്പിലാക്കിയത് ശാസ്ത്രീയമായിട്ടായിരുന്നില്ല എന്നുള്ളത്. 2 കോവിഡ് കാലഘട്ടം ഇതൊക്കെ മുൻനിർത്തിയാണ് ഒരു 5 വർഷം കൂടി ആവശ്യപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിഹിതം നിങ്ങളുടെ പ്ലാനിംഗ് കമ്മീഷന് പകരമുള്ള നീതി ആയോഗ് സംവിധാനം വന്നതിന് ശേഷമാണ് കൂടുതലായി വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊന്നും ഒരു മലയാളി എന്നുള്ള നിലയിൽ രമേശിനെ പോലുള്ള ആൾക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. നമ്മുടെ പകുതി പണമാണ് നഷ്ടപ്പെടുന്നത്. അല്ല, നമ്മുടെ പണം നഷ്ടപ്പെടുകയല്ലല്ലോ നികേഷ് ചെയ്യുന്നത്. നമ്മുടെ ധനവിനിയോഗത്തെ സംബന്ധിച്ചുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് പ്രധാനം. കേരളത്തിൻ്റെ നികുതി വരുമാനം എന്തുകൊണ്ട് വർദ്ധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം പറയേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് അല്ലല്ലോ. മറ്റു സംസ്ഥാനങ്ങളൊക്കെ GST വന്നതിന് ശേഷം അവരുടെ ആഭ്യന്തര നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കാര്യമായിട്ടുള്ള ശ്രമം നടത്തി. GSTയുടെ നഷ്ടപരിഹാരം കേരളത്തിന് മാത്രമല്ലല്ലോ ബാധകമാകുന്നത്. GST നഷ്ടപരിഹാരത്തിന്റെ സമയം വർദ്ധിപ്പിക്കണമെങ്കിൽ GST കൗൺസിലാണ് ആ തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വാദത്തിന് വേണ്ടി നിങ്ങളുടെ വാദം ഞാൻ സമ്മതിക്കാം. നമ്മുടെ GSTയുടെ നഷ്ടപരിഹാരം എന്നുള്ളത് 5 വർഷത്തേക്കുള്ളത് 5 വർഷം കൊണ്ട് അവസാനിച്ചു. ഇനിയും കുറച്ചു കാലം കൂടി വേണമെന്നുണ്ടെങ്കിൽ കേരളം ചെയ്യേണ്ടത് GST കൗൺസിലിനകത്തൊരു സമവായം ഉണ്ടാക്കുകയല്ലേ വേണ്ടത്. പുറത്ത് കൊടിപിടിക്കുകയല്ലല്ലോ വേണ്ടത്, പത്രസമ്മേളനം നടത്തുകയല്ലേ വേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈ GST കൗൺസിലിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളോട് യോജിക്കുന്ന മറ്റേതെങ്കിലും BJP സർക്കാരുകളുടെ പോലും ആവശ്യം, അതായത് സംസ്ഥാനം ഭരിക്കുന്ന മറ്റു BJP സർക്കാരുകളുടെ പോലും ആവശ്യം GST നഷ്ടപരിഹാരം കൂട്ടണമെന്നാണ്. ആ ഒരു സമവായത്തിലേക്ക് GST കൗൺസിൽ എത്തുന്നില്ലല്ലോ. GST കൗൺസിലിനകത്ത് കേന്ദ്ര സർക്കാരിന് ഒരു അപ്പർ ഹാൻഡ് ഇല്ല. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾ ഒരിക്കലും തന്നെ GST കൗൺസിലിനകത്ത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. GST കൗൺസിൽ പലപ്പോഴും തീരുമാനമെടുക്കുന്നത് വോട്ടിനിട്ട് പോലുമല്ല, ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സമവായത്തിലേക്ക് എത്താൻ GST കൗൺസിലിനകത്ത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കേരളം സഹകരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ നമ്മുടെ വിഹിതം കുറയുന്നത് അതൊരു കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനമല്ലല്ലോ. കേന്ദ്ര മന്ത്രിസഭയുടെയോ കേന്ദ്ര സർക്കാരിന്റെയോ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമാണോ? ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചാണ്. ആ ധനകാര്യ